അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോണത് സഫാരിയിലേക്കാണ്. അവിടെ നിന്നാണ് ഈ പരിപ്പ് പയറ് കടല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലൂസായിട്ട് മേടിക്കാറുള്ളത്. സഫാരിയിൽ നിന്നാണ് പൊതുവെ എടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 8 മണി 8:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സഫാരി പോയി. അപ്പോൾ അവിടെ 10, 20, 30 ഓഫർ അടക്കണാനും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വ്യാഴാഴ്ച ഇതേമാതിരി പോയതാണ്. പക്ഷെ അന്ന് നല്ല തിരക്ക് കാരണം പിന്നെ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയി അങ്ങോട്ടേക്ക്. അപ്പോഴും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ ഈ വീക്കെൻഡ് കാരണം ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. അത്ര തിരക്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോയത് പരിപ്പ് പയറ് കടല അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ നോമ്പല്ലേ വരെ, നോമ്പിന് കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. നമ്മൾ കുറേ ക്വാണ്ടിറ്റി മേടിച്ചില്ല, കുറച്ചാണ് മേടിച്ചത്. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വെളിച്ചെണ്ണ എടുക്കാൻ പോയി. വെളിച്ചെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കാറ്. സൺഫ്ലവർ ഓയിൽ മന്തി അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാറുള്ളൂ. കൂടുതലും നമ്മുടെ ഈ ഉപ്പേരിക്കും ഇതിനൊക്കെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്യ് എടുക്കാനുണ്ടായിരുന്നു, നെയ്യ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗ്ഗ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു ട്രേ എഗ്ഗ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അരി സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ മട്ടരിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ കൂടുതലും മട്ടരിയാണ് ഉപയോഗിക്കാറ്. വെള്ളരി അങ്ങനെ ഞങ്ങൾ രണ്ടാളും കഴിക്കാറില്ല. ഞങ്ങൾക്ക് 2 പേർക്കും കുറച്ചും കൂടി ഇഷ്ടം കുത്തരി തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് കുത്തരി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ സാമ്പാർ പൊടി ചാറ്റ് മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി മുളക് പൊടി കറി മസാലപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ സാമ്പാർ പൊടിയും ചാറ്റ് മസാലയും മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് സൊർക്ക അതൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ സൊർക്കയുടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോട്ടിൽ കെച്ചപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സാധനങ്ങളുടെ ലിസ്റ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓർമ്മയിൽ വരുന്നത് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ തൈര് എടുക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാലും എടുക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറിയുടെ സെക്ഷനിലേക്ക് വെറുതെ ഒന്ന് പോയി. പക്ഷെ ഞങ്ങൾ പച്ചക്കറി ഇവിടെ നിന്ന് മേടിക്കാറില്ല. കൂടുതലും പച്ചക്കറി ഞങ്ങൾ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കാറുള്ളത്. പക്ഷെ ഞാൻ നാളേക്ക് മാത്രം ആവശ്യമുള്ള തക്കാളിയും സവാള എടുത്ത് 2 ദിവസത്തിന് ആവശ്യമുള്ള. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റാശിക്ക് വെക്കേഷനാണ്. അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ബാക്കി പച്ചക്കറികൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് പച്ചക്കറികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസത്തേക്കുള്ള സവാളയും തക്കാളിയും മാത്രം എടുത്തോളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൻ്റെ ക്യാൻ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, വെള്ളത്തിൻ്റെ ബോട്ടിലിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പേയ്മെൻറ്റിൻ്റെ സെക്ഷനിൽ അവിടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു ബാക്കിൽ. അപ്പുറത്തെ സൈഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തിരക്ക് കുറഞ്ഞ ഒരു ക്യൂ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്നു. ഞങ്ങൾ ഇതുപോലെ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ഇപ്പോൾ പച്ചക്കറികളാണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിലും 1 മാസത്തെ കണക്കിലാണ് സാധനങ്ങളും എടുക്കാറുള്ളത്. പിന്നെ ഇത് കഴിയുമ്പോഴാണ് പിന്നെ പർച്ചേസ് ചെയ്യുള്ളൂ. പാല് തൈര് അതൊന്നും ഇതിലല്ല. അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല. ഈ പച്ചക്കറികൾ അതുപോലെ പരിപ്പ് പയറ് കടല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 1 മാസത്തെ കണക്കിലാണ് മേടിക്കുക. പിന്നെ ഇറച്ചി മീൻ പാല് തൈര് ഇതൊക്കെ അധികം ക്വാണ്ടിറ്റി മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കില്ല. ആവശ്യത്തിന് ഉള്ള സമയത്ത് മേടിക്കും, അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. ഇങ്ങനെ പച്ചക്കറിയും പലചരക്കൊക്കെ 1 മാസത്തെ കണക്കിലാണ് മേടിക്കാറ്. അങ്ങനെ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് മേലേക്ക് പോകാനുണ്ടായിരുന്നു. 1-2 സാധനം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രോളി കൗണ്ടറിൽ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ മേലേക്ക് പോയി. മേലെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ റാഷിക്ക് ബാറ്റിൻ്റെ ഗ്രിപ്പ് എടുക്കണമായിരുന്നു. പിന്നെ എൻ്റെ ഒരു പഴയ ഫോണിൻ്റെ ചാർജർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ആ ചാർജർ എടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മേലെ പോയത്. അപ്പോൾ അവിടെ പെറ്റ്സിൻ്റെ എന്തോ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഇന്നത് ആ ഫെസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അത് കാരണം അവിടെ നിന്ന് ഒരു ആ സാധനങ്ങളൊക്കെ മാറ്റണുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് മേലെ നിന്ന് എടുക്കാണ്ടത്. ഒരു ബാറ്റിൻ്റെ ഗ്രിപ്പും ഒരു ചാർജറും ആണ് എടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ കൗണ്ടറിൽ പോയിട്ട് നമ്മളവിടെ വെച്ചിരിക്കുന്ന ട്രോളി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കുക്കിങ്ങും കാര്യങ്ങളും ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് പുതിയ പുതിയ വീഡിയോസ് വരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.